ബീഹാർ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ അവ്യക്തത തുടരുന്നു. ആവശ്യപ്പെട്ട സീറ്റ് നൽകാത്തതിൽ മുകേഷ് സാനിയുടെ VIP കടുത്ത അതൃപ്തിയിലാണ്. 24 സീറ്റ് ചോദിച്ചെങ്കിലും 15 സീറ്റുകൾ നൽകാമെന്നാണ് RJD അറിയിച്ചത്. സഖ്യത്തിൽ ധാരണയായില്ലെങ്കിലും കോൺഗ്രസും RJDയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ആദ്യഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി നാളെയാണ്, നമുക്കറിയാം. അതിനിടയിലും ഇപ്പോഴും ഇത്തരത്തിൽ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ സീറ്റ് വിഭജനത്തിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. അമൃത, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ബീഹാറിൽ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് 22 ദിവസങ്ങൾ മാത്രമാണ്. ഇതുവരെയും ബീഹാറിലെ മഹാസഖ്യത്തിൽ ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസും RJDയും സീറ്റ് വിഭജനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നെങ്കിൽ പോലും ചെറു പാർട്ടികളെ അനുനയിപ്പിക്കാനാവാത്തതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ VIP പാർട്ടിയുടെ അധ്യക്ഷൻ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ മുന്നണി വിടുമെന്നൊരു സൂചന നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മതിയായ സീറ്റുകൾ നൽകിയില്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം അവകാശവാദം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ആവശ്യപ്പെടുന്ന 15 സീറ്റുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഉയർത്തിയിരുന്നത്. പിന്നീട് അത് 24 സീറ്റുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. പക്ഷേ 15 സീറ്റുകൾ മാത്രമേ നൽകാനാവൂ എന്നുള്ളതാണ് ഇപ്പോൾ RJD എടുത്തിരിക്കുന്ന നിലപാട്. അതിൽ കൃത്യമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സീറ്റ് വിഭജനം വളരെ വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ലാലു പ്രസാദിനെ വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാതെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകുന്ന രീതിയിലാണ് എക്സിലൂടെ അവർക്ക് ഈ ടിക്കറ്റ് നൽകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അതായത് ബീഹാറിൽ JDU BJP അടക്കമുള്ള പാർട്ടികൾ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത് മുന്നേറുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്താൻ അല്ലെങ്കിൽ സീറ്റ് വിഭജനം പോലും നടത്താൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ വയ്യാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മഹാസഖ്യത്തിനുള്ളത്. പ്രത്യേകിച്ച് ചെറു പാർട്ടികളെ CPIML പോലെയുള്ള പാർട്ടികളെ തൃപ്തിപ്പെടുത്താനാകാത്തതാണ്. അവർക്ക് 40 സീറ്റുകൾ വേണമെന്നാണ് അവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ നൽകാൻ വേണ്ടി RJD തയ്യാറായിട്ടില്ല. പരമാവധി 35 സീറ്റുകൾ വരെ നൽകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം CPIML പോലുള്ള പാർട്ടികൾക്ക് ഈ നന്നായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ്. 2020 തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ 40 സീറ്റുകൾ ചോദിക്കുമ്പോൾ അത് കൃത്യമായി നൽകാൻ എന്തുകൊണ്ട് RJD തയ്യാറാകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഇടതു പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ VIP പോലുള്ള ചെറു പാർട്ടികൾ മുന്നണി വിടാൻ വേണ്ടി ഒരുങ്ങുന്നത്.